നിങ്ങൾക്കവിടെ വേറെ ഭാര്യയില്ലേ മനുഷ്യ? മുഴുവൻ ലിസ്റ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറിയാൽ മതി. സാക്ഷി പറഞ്ഞതും പെട്ടെന്ന് ഇവൾ എന്താ പറയുന്നതെന്ന് അറിയാതെ സിദ്ധു നിന്നു. അകത്തേക്ക് കയറേണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പുറത്ത് തന്നെ നിൽക്കും അല്ലേ മനുഷ്യ? മര്യാദയ്ക്ക് അകത്തേക്ക് വരുന്നോ അതോ ഞാൻ വടിയെടുക്കണോ? സാക്ഷിയുടെ ഡയലോഗെല്ലാം കേട്ട് ഇവൾ എന്ത് മരുന്നാണ് രാവിലെ മാറിക്കഴിച്ചത് എന്ന് വരെ ചെക്കൻ ചിന്തിക്കാതിരുന്നില്ല. കൂടുതൽ ആലോചിച്ച് ഇനി അമ്മാളുവിനെ ഇങ്ങോട്ട് വരുത്തണ്ട കണ്ണാപ്പി. ഞാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ അണ്ടർഗ്രൗണ്ട് കണക്ഷൻ ഉണ്ടെന്ന്. അവളത് തമാശയിൽ എടുക്കുകയെന്നും എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ കണ്ണു നിറച്ചിരിക്കുന്നത് ഇത്ര ദിവസം കാണാത്തതിൻ്റെ വിഷമാണ്. അത് ആ പാവത്തിന് ഇങ്ങനെയൊക്കെയല്ലേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. ഓരോ ദിവസവും കാത്തിരിപ്പായിരുന്നു. പോയി കിട്ടാനുള്ളതെല്ലാം വാങ്ങി കൃതാർത്ഥനായിക്കോ. ഈ അനിയൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ചെവിയിൽ വന്ന് സീക്രട്ടായി പറഞ്ഞ് വിച്ചുപോയതും സിദ്ധു പണി പാളിയെന്ന പോലെ സാക്ഷിയെ നോക്കി. എന്നാൽ അവിടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടപ്പോൾ അവൻ ആകെ വല്ലാതായി. സച്ചു മോളെ, ഞാൻ മനഃപൂർവ്വമല്ല, നിന്നോട് പറഞ്ഞില്ലേ. പെട്ടെന്ന് കുറച്ച് തിരക്കുകൾ വന്നു. നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് സച്ചു, പ്ലീസ്. അതെ, ഞാനാണല്ലോ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ക്ഷമിക്കേണ്ടത്, കാത്തിരിക്കേണ്ടത്. എല്ലാം പെണ്ണിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഞാൻ ഭൂമിദേവിയുടെ അനിയത്തിയൊന്നല്ല. എല്ലാം ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും കണ്ടില്ലെന്ന് നടിക്കാനും. ഞാനും പഠിക്കുന്നത് ബിസിനസ് റിലേറ്റഡ് കോഴ്സ് തന്നെയാണ്. എന്നോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് കണ്ണേട്ടനുള്ളത്? ഞാൻ വിളിച്ചപ്പോഴെല്ലാം പറഞ്ഞതെന്താ? സമയമാകുമ്പോൾ നിന്നോടെല്ലാം പറയും. ഇപ്പോൾ ഞാൻ ബിസിയാണ്, പിന്നെ വിളിക്കാമെന്ന് അല്ലേ? എന്നിട്ട് എന്നെ വിളിച്ചോ? അത്ര പറഞ്ഞപ്പോഴേക്കും സാക്ഷി നന്നായി കിതയ്ക്കാൻ തുടങ്ങി. ഒരു താങ്ങിനായി സിദ്ധു പിടിക്കാൻ ചെന്നതും അവൾ എതിർപ്പൊന്നുമില്ലാതെ അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി. ഇതിപ്പോൾ സ്ഥിരമുണ്ടല്ലോ. കുറച്ച് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ശ്വാസമുട്ടൽ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, ഭാര്യയ്ക്ക് ഡേറ്റ് എടുത്തല്ലോ. പറ്റുമെങ്കിൽ ഇതുപോലെ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് കൂടി പോകാം. ഇവിടെ വഹിച്ചുണ്ടല്ലോ. എൻ്റെ പൊന്ന് സച്ചു, ഞാൻ പറഞ്ഞല്ലോ, അവിടെ എനിക്ക് അത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമുണ്ടായിട്ടാണ് ഞാൻ നിന്നത്. അല്ലാതെ ഒരിക്കലും മനഃപൂർവ്വമല്ല. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്, കൂടെ കിച്ചു ചേട്ടനും ഉണ്ടായിരുന്നല്ലോ. നിനക്ക് സംശയമുണ്ടെങ്കിൽ ചേട്ടനോട് ചോദിച്ചു നോക്ക്. സംശയത്തിൻ്റെ അല്ല ഏട്ടാ, കൂടെ വേണമെന്ന് തോന്നി. വൈച്ചുവിനോടും പറയാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ കണ്ണേട്ടനെ വല്ലാതെ മിസ് ചെയ്തു. സോറി പൊന്നെ, ഇനി ഇങ്ങനെ ഉണ്ടാകില്ല, പ്രോമിസ്. നെറ്റിയിൽ നേർമയായി മുത്തി സിദ്ധു പറഞ്ഞതും സച്ചു ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി. അപ്പോൾ എങ്ങനെയാണ് സിദ്ധു കാര്യങ്ങൾ? കുഞ്ഞിയുടെ ഡെലിവറിക്ക് ഇനി അധികം ദിവസങ്ങളില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ? എന്തിന്? അതെന്താ, ഇവിടെ സ്ഥലമല്ലേ? അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം ഇനി എൻ്റെ ഭാര്യയെയും കൊച്ചിനെയും നോക്കിയതിൻ്റെ കണക്ക് കൂടി ഞാൻ കേൾക്കാൻ. അവിടെ വന്ന് ഒന്ന് സമാധാനത്തോടെ എനിക്കും വിച്ചുവിനും കുഞ്ഞിനെ കാണാൻ പറ്റുമെന്ന് ദശിച്ചേട്ടൻ തോന്നുന്നുണ്ടോ? പിന്നെ ഇവിടെ വന്ന് ഇവളെ കാണാൻ പറ്റാത്ത അച്ഛനും അമ്മയും അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. വാശി ആവശ്യത്തിന് വേണം സിദ്ധു. ഇവൾ നിന്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ അനിയത്തി കൂടിയാണ്. സ്വന്തം അനിയത്തിയുടെ കാര്യങ്ങൾ നടത്താനുള്ള അവകാശം എനിക്കുമുണ്ട്. അച്ഛനും അമ്മയും കയറില്ല എന്ന കാരണം കൊണ്ട് നീ പറഞ്ഞല്ലോ കുഞ്ഞിയെ വിടില്ല എന്ന്. അവളോട് തന്നെ ചോദിച്ചു നോക്ക്, അമ്മ വിളിക്കാറുണ്ടോ, കാണാറുണ്ടോ എന്നൊക്കെ. നിനക്ക് കുഞ്ഞിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിടാനല്ലേ താല്പര്യമില്ലാത്തത്? ഞാനൊരു വീട് വാങ്ങിയിട്ടിട്ടുണ്ട്, അവിടേക്ക് വിടൂലോ. ദച്ചു ചേട്ടാ, സച്ചുവിൻ്റെ കാര്യങ്ങളെല്ലാം ആരും നോക്കേണ്ടി വരില്ലേ? ഞങ്ങൾ കാരണം ആരോന് ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് ഞാൻ ഒരാളെ പൈസ കൊടുത്ത് നിർത്തിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നെ ഞാനും ഉണ്ടല്ലോ. ഒരു മാസം ഓഫീസിൽ പോകുന്നില്ല, ജോലി വീട്ടിലിരുന്ന് ചെയ്തോളാം. ആര് പറഞ്ഞോ അവൾക്ക് കുഞ്ഞിയെ നോക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന്? ഇനി അവൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരാളെ നിർത്താൻ എനിക്കും അറിയാം. മംഗലത്തെ സിദ്ധാർത്ഥിൻ്റെ അത്ര വരില്ലെങ്കിലും അത്യാവശ്യം ബാങ്ക് ബാലൻസ് എനിക്കുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ട് പോലും ഒരു ഫംഗ്ഷൻ നടത്താൻ നീ സമ്മതിച്ചിട്ടില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ ഉള്ളിലും കാണില്ലേ ആഗ്രഹങ്ങൾ. ആദ്യ പ്രസവം എടുക്കേണ്ടത് പെണ്ണിൻ്റെ വീട്ടുകാരാണെന്നുള്ളത് നാട്ടുനടപ്പാണ്. ഞാനിവിടെ ആ നടപ്പിനെ കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്. കുഞ്ഞിയെ പ്രസവം കഴിഞ്ഞ് 2 മാസം എനിക്ക് നോക്കണം, നോക്കിയേ പറ്റൂ. ഇനി കിട്ടുന്ന രക്ഷ അനുസരിച്ച് ഒരിക്കലും അവളുടെ ഭാവി ആരോഗ്യം. ആദ്യത്തെ കാര്യം, അവൾ കുഞ്ഞു കുട്ടിയാണ്, ഒരുപാട് ശ്രദ്ധിക്കണം. ഒന്നും അറിയില്ല അവൾക്ക്. നിനക്ക് ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ സിദ്ധു? അവളെ 7-ാം മാസം വിളിച്ചു കൊണ്ടു പോകണമെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും അവളെ കാണാതെ അത്ര ദിവസം. എൻ്റെ പൊന്നു ചെക്ക,
അവളെ കാണാതിരിക്കാൻ ഞങ്ങൾ ലണ്ടൻ അമേരിക്ക ഒന്നും അല്ലല്ലോ പോകുന്നത്. ഇവിടുന്ന് 10 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ എൻ്റെ വീടല്ലേ. ഇനി അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ റെന്റിന് നിൽക്കുന്ന വീട്ടിൽ നിൽക്കാലോ. അതാകുമ്പോൾ നിനക്ക് ഏത് സമയം വേണമെങ്കിലും നടന്നു വരാം. ദച്ചു ചേട്ടൻ അവളെ കൊണ്ടുപോയി അടങ്ങുമല്ലേ. സച്ചുവിനെ ഇഷ്ടമാണെങ്കിൽ കൊണ്ടുപോക്കോ. എല്ലാ കെട്ടിയന്മാരുടെയും സൈക്കോളജിക്കൽ മൂവ് അതാണ് ഈ ഡയലോഗ്. നീ പേടിക്കേണ്ട കണ്ണേട്ടാ, അവളെൻ്റെ അനിയത്തിയല്ലേ. ഞാനൊന്ന് കണ്ണു നിറച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എടാ ചേട്ടൻ തെണ്ടി, എൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടാൻ ഓരോന്ന്, സിദ്ധു ആത്മകഥം പറഞ്ഞു. അപ്പോൾ നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നത് പോലെ പ്രതാപേട്ട. ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ പോലും എടുക്കുന്നില്ല. ഇനി എടുത്താലും 2 വാക്കിൽ സംസാരിച്ചിട്ട് അവൻ ഫോൺ വയ്ക്കും. നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയോ? അവൻ്റെ സന്തോഷമായിരുന്നോ സാക്ഷി? അവൻ്റെ സന്തോഷം അവളായിരുന്നു എന്ന് മറ്റാരേക്കാളും നന്നായി അറിഞ്ഞത് നീ തന്നെയല്ലായിരുന്നു. കുറേ പണത്തിൻ്റെയും അവളുടെ അമ്മയുടെയും കാര്യം പറഞ്ഞ് നീ തന്നെയല്ലേ ഈ ബന്ധം വേണ്ടായെന്ന് പറഞ്ഞത്. എല്ലാം ആരുവിന് കിട്ടണമെന്ന വാശി. അവിഹിതത്തിൽ ഉണ്ടായ പെണ്ണിനെ സ്വന്തം മോന് വേണ്ട എന്ന് ഒരു അമ്മയുടെ സ്വാർത്ഥത. അത് പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കാത്തതിന് വെറും ചീപ്പ് പരിപാടി നീ കാണിച്ചു. സ്വന്തം മോളുടെ ജീവന് വില പറഞ്ഞ് മോൻ്റെ പ്രണയം അവനിൽ നിന്ന് അകറ്റി. അതിനുവേണ്ടി എന്നെയും നീ കരുവാക്കി. നീ പറഞ്ഞതനുസരിച്ച് നിന്റെ താളത്തിന് തുള്ളി ഞാൻ. എന്നിട്ട് അതിൽ നിന്നെല്ലാം എന്ത് നേടി? ഇന്ന് നമ്മുടെ പകുതിയിൽ കൂടുതൽ സ്വത്തിൻ്റെ അവകാശി സിദ്ധാർത്ഥാണ്. കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം കൊണ്ട് ജീവിച്ചു പോകുന്നു. എങ്കിലും കുറച്ച് ഭൂമി അപ്പുവിൻ്റെയും ആരുവിൻ്റെയും പേരിലുണ്ട്. അതാണൊരു സമാധാനം. മക്കൾ അടുത്തുള്ളതായിരുന്നു നമ്മുടെ സന്തോഷം. ഇപ്പോഴാണെങ്കിൽ ഈ വലിയ വീട്ടിൽ 2 അനാഥപ്രേതം പോലെ. ഇത് തന്നെയാണ് ചന്ദ്രേട്ടൻ്റെയും അവസ്ഥ. അവന് ആ ചെക്കൻ്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. ഒരിക്കൽ ഒരു പാർട്ടിയിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു അവനെയും സച്ചുവിനെയും. രാജകുമാരിയെ പോലെയാണ് അവൻ അവളെ കൊണ്ടു നടക്കുന്നത്. ഇങ്ങനെ അപ്പ് നോക്കൂ എന്ന് പോലും സംശയമാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എല്ലാം കഴിഞ്ഞില്ലേ. ഞാനൊന്ന് ആരുവിനെ വിളിക്കട്ടെ. ചിലപ്പോൾ അവൾ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുത്താലോ? മറക്കാതെ ഇന്ന് തന്നെ വിളിക്കണേ. എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദമൊന്ന് കേട്ടാൽ മതി. പോയിട്ട് എന്തായി? സച്ചിയെ വിടാന്ന് സിദ്ധുവേട്ടൻ സമ്മതിച്ചോ? വാതിൽ തുറന്നയുടൻ ആര് ചോദിച്ചതും ദീക്ഷിത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. പിന്നെ സമ്മതിക്കാതെ? എല്ലാം അവൻ്റെ വാശിക്ക് പറ്റില്ലല്ലോ. കുറച്ചൊക്കെ നമുക്കുമാകാം വാശി. 2 പേരും വാശി കാണിച്ച് അവസാനം അത് അവൾക്ക് വിഷമമാകരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. അല്ലെങ്കിൽ തന്നെ തൊട്ടാവാടിയാണ്. ഓ പിന്നെ ആരായി പറയുന്നേ? ഇവിടെ പിന്നെ മെച്യൂരിറ്റി കൂടുതലാണല്ലോ. കളിയോടെ ദീക്ഷിത് പറഞ്ഞതും ആരും അവനെ തള്ളി മാറ്റി അടുക്കളയിലേക്ക് പോയി. ഇതൊരു ചുരിദാറാണ്. നാളെ രാവിലെ റെഡിയായിട്ട് നിൽക്കണം കേട്ടോ. കയ്യിലേക്ക് ഒരു കവർ വെച്ച് സിദ്ധു പറഞ്ഞതും സാക്ഷി അവനെ കണ്ണു നിറച്ച് നോക്കി. ദിക്കൂട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിനെന്തിനാ ഇപ്പോഴേ? ഞാൻ കണ്ണേട്ടന് ബുദ്ധിമുട്ടായോ? ശബ്ദത്തിൽ വന്ന ഇടർച്ച അവസാനമായപ്പോൾ കരച്ചിലായി. ആദ്യം കാര്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവൾ പറഞ്ഞ കാര്യം ഓർത്തപ്പോൾ അറിയാതെ തന്നെ അവൻ ചിരിച്ചുപോയി. തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന ഏത് ഭർത്താവിനാണ് പെണ്ണെ അവൾ ബുദ്ധിമുട്ടാകുന്നത്? പ്രത്യേകിച്ച് നീ എന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഈ സമയത്ത്. നമ്മുടെ കുഞ്ഞൂസ് ഈ ഭൂമിയിലേക്ക് വരാനല്ലേ നീ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? അത് എനിക്കെങ്ങനെ ഭാരമാകും? നിന്റെ ചേട്ടനല്ല ഇനി ആരൊക്കെ ഇവിടെ വന്ന് നിന്നെ വിടാൻ പറഞ്ഞാലും ഇവിടേക്ക് ഞാൻ വിടില്ല. എൻ്റെ സ്വാർത്ഥത തന്നെയാണ്. എൻ്റെ ഭാര്യയെ നോക്കാൻ എനിക്കറിയാം. പിന്നെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം നീ ദച്ചു ചേട്ടനെ കൂടെ നിന്നു. എന്നും ഞാനും വിച്ചുവും വന്നോളാം. അത് മറ്റൊന്നും കൊണ്ടല്ല. ദച്ചു ചേട്ടൻ എൻ്റെ സച്ചുവിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാകില്ല. ആള് ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ഇന്ന് എന്നോട് അത്രയും വഴക്കിട്ടത്. പക്ഷേ ഒരുപാട് ദിവസമൊന്നും ഞാൻ അവിടെ നിർത്തില്ല കേട്ടോ. കൂടിപ്പോയ 1 മാസം. പിന്നെന്തിനാ എനിക്ക് ചുരിദാറൊക്കെ തന്ന് നാളെ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞത്? ചുരിദാർ തന്ന് ഒരുങ്ങാൻ പറഞ്ഞാൽ അതുടനെ നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? കിച്ചു ചേട്ടനെ കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ടതാ ഈ ചുരിദാർ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. അത്രയേ ഉള്ളൂ. നാളെ രാവിലെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം. അതിനാണ് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞത്. ഞാൻ എവിടേക്കുമില്ല കണ്ണേട്ടാ, വയ്യ. ഒരുപാട് ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്താണ്. എൻ്റെ ചക്കരയല്ലേ, പ്ലീസ് പ്ലീസ്. ആ വരാം. എങ്കിൽ വാ, കിടക്കാം. സാക്ഷിയെ ചേർത്ത് പിടിച്ച് സിദ്ധു കിടക്കുമ്പോൾ താഴെ വെച്ചു നാളത്തേക്കുള്ള ബേബി ഷവറിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയായിരുന്നു. ബേബി കിക്ക് ചെയ്യാറുണ്ടോ സച്ചു? നിങ്ങളൊന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ മനുഷ്യ?
ആ ശബ്ദം കേട്ട അപ്പോൾ തുടങ്ങും അകത്ത് കിടക്കുന്ന ആള് എന്നെ ചവിട്ടാൻ. സാക്ഷി പറഞ്ഞു കഴിയുന്നതിന് മുന്നേ വയറിലെ ഒരു സൈഡ് മുഴച്ചു വന്നു. സിദ്ധു അവിടെ തന്നെ ചുണ്ടുകൾ ചേർത്ത് അച്ഛൻ്റെ പൊന്നെ എന്ന് വിളിച്ചപ്പോൾ വീണ്ടും വീണ്ടും വാവ കിക്ക് ചെയ്തു. അതെല്ലാം കണ്ട് അവൻ്റെ തലയിൽ തലോടി സാക്ഷി കിടക്കുമ്പോൾ കുഴപ്പങ്ങൾ ഒന്നുമില്ലാതെ കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവൾക്ക്. മെച്യൂരിറ്റി കൂടുതലുള്ള ആള് ദിവസവും ഇങ്ങനെ പിണങ്ങിയ ഞാൻ കുറേ കഷ്ടപ്പെടും. രാത്രിയിൽ പ്രണയാലസ്യത്തിൽ കിടക്കുന്ന ആരുവിനെ ചേർത്ത് പിടിച്ചായിരുന്നു ദീക്ഷിത് അത് പറഞ്ഞത്. ദേ ദച്ചുവേട്ടാ, വെറുതെ വഴക്കിടാൻ വരല്ലേ, എനിക്ക് നല്ല ഉറക്കം വരുന്നു. നാളെ രാവിലെ സച്ചിയെ കാണാൻ പോകേണ്ടതല്ലേ? പോണം, നാളെയല്ലേ ബേബി ഷവർ. സിദ്ധു കുഞ്ഞിയോടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ചേട്ടനും അനിയനും കൂടിയുള്ള പ്ലാനിങ് ആണ്. എന്താവുമെന്ന് കണ്ടറിയാം. ഒരു രീതിയിൽ നോക്കിയാൽ സച്ചി ലക്കിയാണ്. ഇങ്ങനെയൊരു കെട്ടിയോനും അനിയനും. അവളെ ചുറ്റിയാണ് അവരുടെ ലോകം. സച്ചിയുടെ കണ്ണ് നിറഞ്ഞാൽ അവർക്ക് സഹിക്കില്ല. പക്ഷേ മറ്റൊരു രീതിയിൽ നോക്കിയാൽ പാവം തോന്നും. ഒരു അമ്മയുടെ ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ട സമയമാണിത്. പക്ഷേ അവളാണെങ്കിൽ ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നു. ആരും കൂട്ടിനില്ല. കോളേജിൽ വരുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നും. വീർത്ത വയറും താങ്ങി. എന്നാൽ സിദ്ധുവേട്ടൻ അവളെ കോളേജിൽ വിടാതെ ഇരുന്നൂടെ? അതും ചെയ്യില്ല. സിദ്ധുവിന് വേണമെങ്കിൽ കുഞ്ഞിയെ കോളേജിൽ വിടാതെ വീട്ടിലിരുത്താം. പക്ഷേ അതവൻ ചെയ്തത് അവന് വിവരമുള്ളത് കൊണ്ടാണ്. ഭാര്യ ഗർഭിണിയാണെന്ന് കരുതി അവിടെ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കാൻ ചെക്കൻ ആഗ്രഹമില്ല. അവളുടെ ഓരോ കാര്യവും ഡോക്ടറിനോട് എടുത്തു ചോദിച്ച ശേഷമാണ് കുഞ്ഞ് കോളേജിൽ വരാൻ തുടങ്ങിയത്. ഒരു കാലത്ത് അവനില്ലാതെ വന്നാലും എല്ലാം നോക്കാൻ അവളെ കൊണ്ട് പറ്റണം പോലും. ഒരിക്കലും അവൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരരുത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെക്കേഷൻ ആണല്ലോ 2 മാസത്തേക്ക്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒരു 2 മാസം കൂടി അവൾ ലീവ് എടുത്താൽ മതി. സ്വന്തം കോളേജല്ലേ. കുഞ്ഞിനെ നോക്കുന്നതൊക്കെ അവൻ സെറ്റാക്കും. അപ്പുവേട്ടനെ വിളിച്ചോ? വിളിച്ചിരുന്നു ഞാൻ. അവൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. ഇനി നാട്ടിലേക്കില്ലെന്നാ പറയുന്നത്. നഷ്ടങ്ങൾ മാത്രം കൊടുത്ത ഈ നാട്ടിൽ അവൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ബാംഗ്ലൂരാണടി. പുതിയ കോളേജും ആളുകളുമൊക്കെ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റായി വരുമ്പോൾ തന്നെ അവന് നല്ല മാറ്റം വരും. പിന്നെ മിക്സ്ഡ് കോളേജല്ലേ, ഏതെങ്കിലും കഴിവുള്ള പെണ്ണ് വിചാരിച്ച നിന്റെ ചേട്ടൻ്റെ തപസ് ഇളക്കിയാലോ? അത് അങ്ങനെയൊന്നും ഇളകുന്ന തപസ്സല്ലല്ലോ ദച്ചുവേട്ടാ. വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹമാണ് ഒരു നിമിഷം കൊണ്ട് തകർന്നത്. അറിയാതെ തന്നെ അതിന് ഞാനും കാരണമായി. എൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടി. ബാക്കി പറയാതെ കണ്ണു നിറച്ച് കിടക്കുന്നവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയില്ലായിരുന്നു. നാളെ രാവിലെ 10 മണിക്കാണ് പരിപാടി. ഏട്ടൻ വരുന്നില്ലേ? ലാപ്പിൽ കാര്യമായി ജോലി ചെയ്തു കൊണ്ടിരുന്ന ചന്ദ്രദാസിനോട് വനജ ചോദിച്ചതും അതിനയാൾ തെളിച്ചമില്ലാതെ ഒന്ന് ചിരിച്ചു. സിദ്ധുമോ വിളിച്ചതാണ്. ഇതിനെങ്കിലും നമ്മൾ പോകണ്ടേ? സാധാരണ ആദ്യ പ്രസവം പെണ്ണിൻ്റെ വീട്ടുകാരാണ് നടത്തുന്നത്. ഇവിടെ ആ കാര്യം അവനോട് ചോദിക്കാനുള്ള അവകാശം പോലും നമുക്കില്ല. ഒരർത്ഥത്തിൽ നമ്മൾ 2 പേരും തെറ്റുകാരാണല്ലോ. സ്വന്തം മോളെ വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കണമായിരുന്നു. പക്ഷേ ചെയ്തില്ല. സിദ്ധുവിനോട് സംസാരിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷേ എൻ്റെ ഈഗോ അതിനനുവദിക്കുന്നില്ലടി. എന്തായാലും നാളെ നമുക്ക് പോകണം. എനിക്കും വയ്യ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിതം. എൻ്റെ കുഞ്ഞിനോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ മരിച്ചാലും വേണ്ടിയില്ല. അത്രയ്ക്ക് മനസ്സ് മടുത്തു. എന്താ ചന്ദ്രേട്ടാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഒന്നുമില്ലേടി. നമ്മുടെ വീടിൻ്റെ വിളക്കായിരുന്നു മക്കള്. പക്ഷേ ഇന്ന് 2 പേരും ഇവിടെ ഇല്ല. ദച്ചു സച്ചുമോളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അവളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നു. ഒരച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളും ചേട്ടൻ അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോഴാണ് ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാവുന്നത്. വെറുതെ രാത്രിയിൽ ആവശ്യമില്ലാത്തത് ആലോചിക്കില്ല ചന്ദ്രേട്ടാ. എല്ലാ സങ്കടങ്ങളും മാറി സന്തോഷം വരുന്ന ദിവസം വരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതല്ലേ ഇപ്പോൾ നമുക്ക് പറ്റൂ. ഏട്ടാ വാ, മരുന്ന് കഴിച്ചതല്ലേ, വന്ന് കിടക്ക്. രാവിലെ സിദ്ധു ഉണരുമ്പോൾ കാണുന്നത് ബെഡിൻ്റെ ഹെഡ് ബോർഡിൽ ചാരി തൻ്റെ ഫോണിൽ എന്തോ കാര്യമായി നോക്കുന്ന സാക്ഷിയാണ്. എന്താടി രാവിലെ തന്നെ എൻ്റെ ഫോണിൽ ഇത്ര ചെക്കിങ്? എൻ്റെ 2ാമത്തെ ഭാര്യയുടെ നമ്പർ കണ്ടുപിടിക്കാൻ നോക്കുകയാണോ? ഓ അല്ല, ആ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഗ്ലാമർ കൂടാൻ കവി എന്താണാവോ ചെയ്യുന്നത്? മനസ്സിൻ്റെ സന്തോഷം. ഇപ്പോൾ ഞാൻ ഫുൾ ഹാപ്പിയല്ലേ, അപ്പോൾ പിന്നെ ഗ്ലാമർ കൂടാതിരിക്കില്ലല്ലോ. എൻ്റെ സച്ചു ഇപ്പോൾ എന്ത് സുന്ദരിയാ. ഉണ്ടക്കവിളും ചുവന്ന് തുടുത്ത മുഖവും. ഉഫ്, കടിച്ചു തിന്നാൻ തോന്നും. സച്ചിയുടെ കവിളിൽ വലിച്ച് സിദ്ധു പറഞ്ഞതും അവൾ അവൻ്റെ വയറിനിട്ടൊരു കുത്തു കൊടുത്തു. കൂടുതൽ സുഖിപ്പിക്കില്ലേ? ഈ ബീച്ചിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ മനുഷ്യ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടാൽ? ഇനി ഇതുപോലെയുള്ള ഫ്രീ ഷോ കാണിച്ചാൽ ഒരു കെട്ടിയോനേ ഉള്ളൂ എന്നൊന്നും ഞാൻ നോക്കില്ല. ഒന്നേ ഉള്ളൂ എങ്കിലും ഉലക്ക കൊണ്ട് അടിച്ചു വളർത്തണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്ര ശരിയാണ്.
സിദ്ധു ബീച്ചിലൊരു വൈറ്റ് ഷർട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോ കാണിച്ച് സാക്ഷി പറഞ്ഞതും അവൻ അതേ ചിരിയോടെ തന്നെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ അവളെ എഴുന്നേക്കാൻ സഹായിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും കുശുമ്പില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പൊന്നുമോള് പെട്ടെന്ന് കുളിച്ചിട്ട് ഈ ചുരിദാറിട്ട് റെഡിയായിട്ട് നിൽക്ക്. ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം. സിദ്ധു റൂമിൽ കോഫി കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് സാക്ഷി ഡ്രസ്സിംഗ് റൂം തുറന്ന് ഇറങ്ങി വന്നത്. ഒരു റെഡ് നെറ്റിൻ്റെ ചുരിദാറായിരുന്നു അവളുടെ വേഷം. മേക്കപ്പ് എന്ന് പറയാൻ ആകെ ഒരു ജിമിക്കിയും ലിപ്സ്റ്റിക്കും മാത്രം. ഇന്നെൻ്റെ പെണ്ണ് ഒരുപാട് സുന്ദരിയായല്ലോ. എന്തിൻ്റെയോ ഒരു കുറവ് കൂടിയുണ്ട്. സാക്ഷി എന്തെങ്കിലും പറയാൻ അവസരം കൊടുക്കുന്നതിന് മുൻപ് തന്നെ സിദ്ധു അലമാരയിൽ നിന്ന് താലിമാല എടുത്തു കൊടുത്തിട്ടു, കൂടെ സിന്ദൂരവും. കുടിച്ചുകൊണ്ടിരിക്കുന്ന കപ്പ് സാക്ഷിക്ക് കൊടുത്തിട്ട് അവനും പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി. സാക്ഷിയുടെ ഡ്രസ്സിന് മാച്ചാകുന്ന വൈറ്റ് ബനിയനും റെഡ് ജാക്കറ്റും ഒരു ബ്ലൂ പാൻസുമായിരുന്നു അവൻ്റെ വേഷം. എവിടേക്കാണെന്ന് അവൾ ചോദിച്ചിട്ടും ഒന്നും പറയാതെ സിദ്ധു സാക്ഷിയുടെ കൈ പിടിച്ചുകൊണ്ട് പോയത് വീടിൻ്റെ മുന്നിലുള്ള ഓപ്പൺ സ്ഥലത്തേക്കാണ്. അവിടുത്തെ ഡെക്കറേഷൻ കണ്ട് ഇതൊക്കെ സത്യമാണോ എന്ന രീതിയിൽ സാക്ഷി സിദ്ധുവിനെ നോക്കിയപ്പോൾ അവൻ വീടിൻ്റെ ഒരു സൈഡിലേക്ക് കൈ ചൂണ്ടി. അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ട് അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ദീക്ഷിത്, അർപ്പിത, ചന്ദ്രദാസ്, വനജ, വിച്ചു, അർജുൻ, പിന്നെ സ്വപ്ന. മുന്നിൽ ചെറിയ പന്തൽ പോലെ അലങ്കരിച്ച് അവിടെ കട്ട് ചെയ്യാൻ കേക്ക്. പെട്ടെന്ന് എല്ലാം കൂടി കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു പെണ്ണിന്.